നിങ്ങൾ ബാംഗ്ലൂർ താമസിക്കുന്നവരാണോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ബാംഗ്ലൂരിലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ഹാൻഡ്ലൂം പ്രൊഡക്ട്സുകൾ വാങ്ങാനും കണ്ട് ആസ്വദിക്കാനുമുള്ള ഒരു സ്പോട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഈ സ്പോട്ട് എന്ന് പറയുന്നത് ശേഷാദ്രിപുരത്തെ കുമരകൃപ റോഡിലുള്ള ഫൈൻ ആർട്ട് കോളേജിലാണ്. മാത്രമല്ല കർണാടക ചിത്രകലാ പരിഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 4 മുതൽ 20 വരെ ബാംഗ്ലൂർ ഉത്സവ് എന്ന പേരിൽ ഒരു എക്സിബിഷനും ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ എക്സിബിഷൻ കാണാനായിട്ട് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നും ഉച്ചയ്ക്കൊരു 2:30 ആയപ്പോഴാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അതിനായിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോ ബുക്ക് ചെയ്ത് മെട്രോയിൽ പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ട്രാവൽ കമ്പാനിയൻ എന്ന് പറയുന്നത് വിധു ചേച്ചിയാണ് എനിക്ക് ഈ സ്പോട്ട് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഈ ഓട്ടോ ബുക്ക് ചെയ്ത് JP നഗർ മെട്രോ സ്റ്റേഷനിലേക്കായിരുന്നു പോയത്. ആദ്യമൊക്കെ ചുരുങ്ങിയ ചെലവിൽ ബാംഗ്ലൂരിന്റെ അത്യാവശ്യം ചില കാഴ്ചകളെല്ലാം കണ്ടു തീർക്കാൻ നമുക്ക് ഈ മെട്രോ ധാരാളമായിരുന്നു. എന്നാൽ ഇന്ന് മെട്രോയുടെ ചാർജ് എല്ലാം വർദ്ധിപ്പിച്ചതോടുകൂടി സാധാരണക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഈ ബാംഗ്ലൂർ ട്രാഫിക്കിൽ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈ മെട്രോ മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ മന്ത്രി സ്ക്വയർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. മെട്രോ സ്റ്റേഷനുമായി മന്ത്രി സ്ക്വയർ മാൾ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് മാളിലെ ചില കാഴ്ചകളിലേക്കും ഞങ്ങൾ കടന്നു. മല്ലേശ്വരം ഭാഗത്തേക്കുള്ള യാത്രികർക്ക് കൂടെ ഇറങ്ങേണ്ട ഒരു മെട്രോ സ്റ്റേഷനാണ് ഈ മന്ത്രി സ്ക്വയർ സാംബിഗെ റോഡ് മെട്രോ സ്റ്റേഷൻ. മാളിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് പ്രൊഡക്റ്റുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ധാരാളം സ്റ്റാളുകളാണ്. പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് എക്സിബിഷൻ നടക്കുന്ന ക്യാമ്പസിലേക്കായിരുന്നു നേരെ പോയത്. അത്യാവശ്യം നല്ല ക്ലൈമറ്റുള്ള സമയത്തായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. വർഷം മുഴുവനും ബാംഗ്ലൂരിൽ നല്ല ക്ലൈമറ്റാണ് പൊതുവെ അനുഭവപ്പെടാറ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സമ്മർ സീസണിൽ കുറച്ച് ചൂട് കൂടുതലാണ്. മന്ത്രി സ്ക്വയർ മാളിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രമാണ് കർണാടക ചിത്രകലാ പരിഷത്ത് ആർട്ട് കോംപ്ലക്സിലേക്കുള്ളത്. രാവിലെ 10:30 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. പ്രവേശനം തികച്ചും സൗജന്യവുമാണ്. അങ്ങനെ ഞങ്ങൾ കർണാടക ചിത്രകലാ പരിഷത്തിന്റെ ആർട്ട് കോംപ്ലക്സിലേക്ക് എത്തിച്ചേർന്നു. ബാംഗ്ലൂർ ഉത്സവ് എന്ന് പറയുന്നത് 17 ദിവസത്തെ ഒരു എക്സിബിഷനാണ്. എന്നാൽ വർഷത്തിൽ എല്ലായ്പ്പോഴും സന്ദർശകർക്ക് ഇവിടെ കാണാവുന്ന കാഴ്ചകളാണ് ആർട്ട് മ്യൂസിയത്തിന്റെയും ആർട്ട് ഗാലറിയുടെയും. സാധാരണ മാർക്കറ്റുകളിലൊന്നും കാണാൻ സാധിക്കാത്ത വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ കാണാം. എല്ലാ പ്രൊഡക്റ്റുകൾക്കും അതിൻ്റെതായ ഭംഗിയും ഫിനിഷിങ്ങും ഉണ്ട്. ഹോം ഡെക്കോർ ഐറ്റംസ് ആണ് കൂടുതലായും ഇവിടെ കണ്ടത്.
എം ആര്യമൂർത്തി ആൻഡ് പ്രൊഫസർ MS നഞ്ചുണ്ടറാവു ആണ് ഇവിടുത്തെ ആർട്ട് മ്യൂസിയം ആൻഡ് ഗാലറിയുടെ ഫൗണ്ടേഴ്സ്. 1960 ഈ ആർട്ട് മ്യൂസിയവും ആർട്ട് ഗാലറിയും ഇവിടെ നിർമ്മിച്ചത്. സാധാരണ കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി ബാംഗ്ലൂരിൻ്റെ മറ്റൊരു മുഖമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. എല്ലാ വർഷവും ജനുവരിയിൽ കർണാടക ചിത്രകലാ പരിഷത്ത് ഓർഗനൈസ് ചെയ്യുന്ന ഒരു വലിയ കൾച്ചറൽ ഈവൻ്റാണ് ചിത്രശാന്തെ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ എൻട്രിയുമാണ് ഈ ഇവൻറ്റിലേക്ക്. ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അവരുടെ ആർട്ട് വർക്കുകൾ ഡയറക്റ്റായി വാങ്ങിക്കാവുന്ന ഒരു അവസരം കൂടെയാണിത്. ഓരോ വർഷവും ഈ ചിത്രശാന്തെ ഇവൻറ്റിന് ഓരോ തീമുകളാണ് ഉണ്ടാവാറ്. 2025 നടന്ന ഇവൻറ്റിൻ്റെ തീം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് വുമൺ എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതായിരുന്നു. ഇതൊരു 1 ഡേ ഈവൻ്റ് ആണ്. ഈ കഴിഞ്ഞ ചിത്രശാന്തെ ഇവൻറ്റിൽ 3000-ലധികം അപ്ലിക്കേഷനുകളിൽ നിന്ന് എക്സ്പേർട്ട് ജൂറി സ്ക്രീൻ ചെയ്തെടുത്ത 1300 ആർട്ടിസ്റ്റുകളാണ് പങ്കെടുത്തത്. വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഇത്തരം ഈവൻറ്റുകൾ. ഈ ഈവൻറ്റിൽ പങ്കെടുക്കാൻ മാത്രമായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ എത്താറുണ്ട്. അതുമാത്രമല്ല, ധാരാളം ലൈവ് ഡെമോൺസ്ട്രേഷൻസും നമുക്ക് ഈ ഈവൻറ്റിൽ കാണാൻ സാധിക്കും. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തൊട്ടടുത്തുള്ള ക്യാൻറ്റീനിൽ നിന്നും 2 കോൾഡ് കോഫി ഓർഡർ ചെയ്ത് കുടിച്ചു. പിന്നെ തിരിച്ച് മല്ലേശ്വരം ഭാഗത്തേക്ക് ഒരു ഓട്ടോ ബുക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ പോയത്. പിന്നീട് മല്ലേശ്വരം സ്ട്രീറ്റിലൂടെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് സമയം നടന്നു. വഴിയരികിലുണ്ടായിരുന്ന ഒരു ഹൈദരാബാദ് പേൾ സ്റ്റോറിലും ഞങ്ങൾ കയറി. കുറച്ച് നടന്ന് ക്ഷീണിച്ചപ്പോൾ കോത്താസ് കോഫി കഫേയിൽ നിന്നും ഓരോ കേക്ക് വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റി ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കുകളാണ് ഇവരുടേത്. മാത്രമല്ല നല്ല ഫ്രഷായി ചൂടോടെ തന്നെ നമുക്കത് ഉണ്ടാക്കിത്തരും. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. വൈകുന്നേരം ആയതോടുകൂടി മെട്രോയിലെല്ലാം നല്ല തിരക്കായി തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് നേരെ ജയനഗർ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി. മെട്രോ സ്റ്റേഷനിൽ നിന്നും അപ്പാർട്ട്മെൻറ്റിലേക്ക് മറ്റൊരു ഓട്ടോയിലായിരുന്നു യാത്ര. അപ്പോഴേക്കും നല്ല കാറ്റ് വീശി മഴയ്ക്കുള്ള സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ രാത്രി 8:30 അപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചേർന്നു. വീട്ടിലേക്ക് എത്തിയതും നല്ല ഇടിമിന്നലും ചെറിയ മഴയും കാറ്റുമെല്ലാം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.